പ്രിയരെ, ചില സമയങ്ങളിൽ നമ്മൾ ചില ആളുകളെക്കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായം പറയും. എന്തോ ഒരു നന്ദി കെട്ട മനുഷ്യനാ, ഇത്രയൊക്കെ ചെയ്തിട്ടും കാണുമ്പോൾ ഒന്ന് ചിരിക്കത്ത് പോലുമില്ല. നമ്മൾ സ്വയം പറയുന്ന അഭിപ്രായമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ ചേരുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഇത് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയും. തീർച്ചയായിട്ടും നമ്മോട് ഒന്ന് ചിരിച്ചെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അവരെ നമ്മൾ മറക്കരുത്. തിരുവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, 34 സങ്കീർത്തനം 2 വാക്യത്തിൽ. ആ സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമുക്ക് പലപ്പോഴും എന്തെങ്കിലും കുറവ് സംഭവിച്ച ദൈവം ജീവിതത്തിൽ നമുക്കൊരു നന്മ ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ്. പിന്നെ നമുക്ക് പ്രാർത്ഥനയില്ല, പാട്ടില്ല, ആരാധനയില്ല, വേണ്ടി വന്ന വിശുദ്ധ സഭായോഗം പോലും നമ്മൾ മുടക്കും. അതിനൊന്നും യാതൊരു മടിയുമില്ല. എന്നാൽ ഒരിക്കൽ ഒരു വേട്ടക്കാരൻ തൻ്റെ വേലയ്ക്ക് പോവുകയാണ്, അതായത് വേട്ടയാടാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ നല്ലൊരു ആടിനെ കണ്ടു. ആടിനെ കണ്ട് അമ്പ് ചെയ്യാനായിട്ട് എല്ലാം ശരിയാക്കി ഉന്നം പിടിച്ചപ്പോൾ ആടിന് മനസ്സിലായി വേട്ടക്കാരൻ തന്നെ ലക്ഷ്യം വെക്കുന്നു. ആട് വേഗം തന്നെ ഓടി ഒരു നല്ല കട്ടിയുള്ള വള്ളിപ്പടർപ്പിനുള്ളിൽ കയറി നിന്നു. വേട്ടക്കാരൻ അവിടെ എല്ലാം നോക്കിയിട്ട് ആടിനെ കണ്ടില്ല. ആട് രക്ഷപ്പെട്ടതായിരിക്കും എന്ന് വിചാരിച്ച് അയാൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. മറ്റെന്തെങ്കിലും മൃഗത്തെ കിട്ടുമെന്ന് വിചാരിച്ച് മറ്റ് ഇടങ്ങളിലേക്ക് താൻ മൂവാകാൻ തുടങ്ങി. എന്നാൽ വേട്ടക്കാരൻ പോയി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ആട് ചെയ്തത് എന്താണെന്നറിയാമോ? അതിനെ സംരക്ഷിച്ച ആ ഇലകളുണ്ടല്ലോ, ആ ഇലകളൊക്കെ അതിന് ഭക്ഷ്യയോഗ്യമായിരുന്നു. അവിടെ ഓരോ ഇലകളും, അത് ചുറ്റിപ്പടർന്നു നിന്ന വള്ളികളും അത് കടിച്ചു മുറിച്ച് തിന്നാൻ തുടങ്ങി. ഇങ്ങനെ തിന്നോണ്ടിരുന്ന കൂട്ടത്തിൽ ഈ ഇല ചോദിച്ചു, ഞാൻ നിന്നെ സംരക്ഷിച്ചതല്ലേ, എന്നിട്ട് നീ എന്നെ നശിപ്പിക്കുകയാണോ? അപ്പോൾ ഈ ആട് പറഞ്ഞത്, എൻ്റെ ആഹാരമാ, ഞാനത് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയാണോ? ദൈവത്തിൽ നിന്നും നന്മ പ്രാപിച്ചിട്ട് ദൈവത്തെ മറക്കുന്ന അനുഭവം നമുക്കുണ്ടാകരുത്. നമുക്ക് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് കൂടെ നടക്കാം. നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അടിയങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അങ്ങ് ചെയ്യുന്ന നന്മകളോർത്ത് നന്ദിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.